കൊടും ചൂട് കാലത്ത് ഒരു പച്ചമാങ്ങ ജ്യൂസ്, മുറ്റത്തെ മൂവാണ്ടമാങ്ങ പൊടിച്ചിട്ട് ഒരു പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു കുടിച്ചാൽ എന്താ സുഖല്ലേ. ഇത് മാത്രമൊന്നല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മാങ്ങയ്ക്ക്. ഇത് എന്തെന്ത് രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള പോഷക സമൃദ്ധമായ സംഗതികൾ എന്തൊക്കെയാണ്, ഈ സമയത്ത് പ്രത്യേകമായിട്ടും മാമ്പഴത്തിന്റെ ഗുണങ്ങൾ, മാങ്ങ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കോ. അതായത് നിങ്ങൾ കുറെ പേർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയേണ്ട സംഗതിയാണ്, നിങ്ങൾ നെറ്റിലൊക്കെ പരതി കഴിഞ്ഞാൽ, അതുപോലെ എവിടെ വായിച്ചാലും ആര് റെക്കമെൻഡ് ചെയ്താലും ഈ ചൂടിന് സംരക്ഷിക്കാനായിട്ടുള്ള ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ട് ഇത് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആയുർവേദം അനുവദിക്കാത്ത ഒരു സംഗതി ഉണ്ട്. അതെന്താണെന്നറിയോ? കട്ടത്തൈര് നിങ്ങൾ കഴിക്കണ്ട. കട്ടത്തൈര് ഈ ചൂടുകാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ഇത് ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുകയാണ്, രക്തദുഷ്ടി ഉണ്ടാക്കുന്നു, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ത്വക്ക് രോഗങ്ങളും ഈ ചൂട് കൊണ്ടുണ്ടാകുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങളും കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എവിടെ വായിച്ചാലും ആര് പറഞ്ഞാലും തൈര് കഴിക്കുന്നുണ്ടെങ്കിൽ, പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോ, ഒഴിവാക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പച്ചമാങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. മാങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ പല രീതിയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കല്ലെറിഞ്ഞു വീഴ്ത്തി, ആ ഓർമ്മകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൂടാതെ നമുക്കിപ്പോ ഒരു മാങ്ങ പറിച്ചെടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. നിങ്ങൾ ഈ മാങ്ങ ചെത്തിയെടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ തൊട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ഇതിൽ മുളക് പൊടിയും കൂടെ കൂട്ടും ചിലര്, ഇല്ലേ? അത് വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുളകും അതുപോലെ ഈ സ്പൈസി സംഗതികൾ എന്തും, ചുവന്ന മുളക് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇപ്പൊ ഈ മസാലക്കൂട്ടുകൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന സംഗതിയാണ്. അപ്പൊ അത് കൂടുതലായിട്ട് ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ വെള്ളം തിളപ്പിക്കുന്നതിനൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുരുമുളക് പോലും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ കറുവപ്പട്ടയോ അതുപോലെ ഏലക്കയോ ഗ്രാമ്പുവോ ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാന്ന് പറഞ്ഞിട്ട്. ഇത് ഇച്ചിരി ചൂടാണ്. എന്നിരുന്നാലും നമുക്ക് ആ വെള്ളത്തില് പാനത്തിലായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം കുടിക്കുക വഴി ദഹന ശക്തി ഇല്ലാതാവുന്നു, വിശപ്പ് കുറയുന്നു എന്നുള്ളതിന് ഒരു തടയാണ് ഇത്തരം ഔഷധദ്രവ്യങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. പക്ഷെ ഇത് ഭക്ഷണത്തിലൂടെ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിത്തദോഷം വർദ്ധിക്കും, രക്തദുഷ്ടി ഉണ്ടാവും, അതുവഴി ശരീരത്തിൽ ചൂട് കൂടും. അങ്ങനെ ഒട്ടനവധി രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. വെള്ളം ധാരാളം കുടിച്ചോട്ടോ, ഒരു സംശയം വിചാരിക്കേണ്ട. ഒരു 2, 2.5, 3 ലിറ്റർ വെള്ളം ദിവസേന കുടിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് ഈ 40 ഡിഗ്രിക്ക് മുകളിൽ ഈ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ളപ്പോൾ. ഓക്കെ, ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നിങ്ങൾ ഈ ഫിൽറ്ററിലെ വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ കുടിക്കുന്നുണ്ട്. പക്ഷെ ഫിൽറ്റർ ചെയ്ത വെള്ളം ആണെങ്കിൽ പോലും ഒരു 20 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് തണുത്തതിന് ശേഷം കുടിച്ചാൽ മതി. അതായിരിക്കും തീർച്ചയായിട്ടും ആരോഗ്യകരം. കാരണം എന്താ വെച്ചാൽ ഈ ജലാശയങ്ങളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ജലം അത്ര ശുദ്ധമല്ലാത്തതുകൊണ്ട് നമുക്ക് പലതരം കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മഞ്ഞപ്പിത്തം, അതുപോലെ ലൂസ് മോഷൻ ഒക്കെ പടർന്നു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ തിളപ്പിച്ച് ആറിയതിനു ശേഷം ഉപയോഗിക്കുക. പിന്നെ പാനജലം തയ്യാറാക്കാനായിട്ട്, അതായത് ദാഹശമനി പോലെ നമുക്ക് ഇതിൽ ചേർത്ത് തിളപ്പിക്കാവുന്ന ഔഷധ ദ്രവ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ ഇങ്ങനെ പ്ലിങ്ങിയും എന്ന് വരും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പ്രധാനമായിട്ട് പൊതുവെ ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് നിർദ്ദേശിക്കാറുള്ളത്, ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം എല്ലാവർക്കും കുടിക്കാം, അതുപോലെ മല്ലിവെള്ളം കുടിക്കാം, ജീരകവെള്ളം കുടിക്കാം, തുളസിയില ചതച്ചിട്ട് വെന്ത വെള്ളം കുടിക്കാം, രാമച്ചോട്ട് വെള്ളം കുടിക്കാം. ഓക്കെ, ഇതൊക്കെ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതുപോലെ കരിങ്ങാലിക്കാതലോ പതിമുഖോ ഒക്കെ ഇതെല്ലാം ഉപകാരപ്രദം. ഓരോരുത്തരുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ലിങ്കുകൾ കൊടുത്തിട്ടുള്ള മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാവർക്കും തുരുതുരാ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമുക്ക് ധരിക്കാനുള്ള വസ്ത്രമൊക്കെ ഇതേക്കുണ്ട്. ഇങ്ങനെ പരുത്തി ശീലോണ്ട് ധരിക്കുമ്പോൾ പരുത്തി വസ്ത്രങ്ങൾ, ഇന്നർ വെയർ ആയാലും ഷർട്ടായാലും പാന്റായാലും ചുരിദാറായാലും ഒക്കെ പരുത്തി കൊണ്ടുള്ളതാണെങ്കിൽ 100% കോട്ടൺ ആണെങ്കിൽ വളരെ സുഖമാണ്. അതാണ് ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യം. പോളിസ്റ്ററും നൈലോണും സിൽക്കും ഒക്കെ ഒഴിവാക്കായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, അതുപോലെ ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ ഇപ്പൊ കൊള്ളാതിരിക്കുകയാണ് നല്ലത് ഈ സമയത്ത്. കാരണം ഈ സൂര്യാഘാതം, ഹീറ്റ് സ്ട്രോക്ക്, സൺസ്ട്രോക്കിനൊക്കെ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് പിത്തപ്രകൃതിക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കണം, ചൂടിൽ നിന്ന് സംരക്ഷണം നേടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ് എല്ലാം വളരെ നല്ലതാണ്. നമുക്ക് ഇളനീര് കുടിക്കാം, കരിമ്പിൻ ജ്യൂസ് കുടിക്കാം, അതുപോലെ മാമ്പഴം കഴിക്കാം, തണ്ണിമത്തൻ, കുമ്പളങ്ങ, സമാമ്, വെള്ളരിക്ക, കുക്കുംബർ, ഇതൊക്കെ വളരെ നല്ലതാണ്. ധാരാളമായിട്ട് കഴിക്കാം. എല്ലാ ഫ്രൂട്ട്സും പൊതുവെ ഈ കാലാവസ്ഥയിൽ കഴിക്കാവുന്നതാണ്, ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് ഈ ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് BP ഒക്കെ കുറയും. പ്രത്യേകിച്ച് ഹൈ BPക്കുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഈ ജലാംശം നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് ഈ ചൂട് കൂടുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യും, അതുവഴി ബ്ലഡ് പ്രഷർ കുറയും. പിന്നെ ശരീരത്തിൽ ജലാംശം പറ്റും, അതുവഴി തല കറങ്ങി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഒക്കെ അതുകൊണ്ടും ആ തലചുറ്റിലൊക്കെ ശ്രദ്ധിക്കണം. വെള്ളം കുടിച്ചാൽ മതി. ORS ലിക്വിഡ് ഉണ്ടാക്കി കുടിക്കാം. അതായത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കലക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അത് കുറച്ച് കുടിക്കുന്നത് ഈ ഡീഹൈഡ്രേഷൻ തടയാനായിട്ട് സഹായിക്കും. ഇളനീര് ഒരെണ്ണമെങ്കിലും ഈ കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് മൂത്രനാളി സംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഇളനീരെങ്കിലും ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, മിനിമം. പിന്നെ അതുപോലെ ഗ്രേപ്സ് നല്ലതാണ്. ഗ്രേപ്സ് ശീതവീര്യാണല്ലോ, തണുപ്പാണ്, അതുകൊണ്ട് കഴിക്കാം. പക്ഷെ പ്രമേഹമുള്ളവരും കഫക്കെട്ടുള്ളവരും മുന്തിരി ഒത്തിരി കഴിക്കണ്ട. അതുപോലെ ഈ കഫക്കെട്ട്, ചുമ, തുമ്മല്, ജലദോഷം, കഫക്കെട്ട്, ആസ്മ ഇത്തരം പ്രശ്നമുള്ളവർക്ക് തലവേർത്ത്
ദേഹത്ത് നീരിറങ്ങിയിട്ടും ഈ സമയത്ത് ഈ ചുമയും കഫക്കെട്ടൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ രണ്ടു കൂട്ടരെയും നൊയമ്പൊക്കെ വീടിയിരിക്കണ കാരണേ ഈ കോഴികളുടെയും ആട്ടിന്റെയും പോത്തിന്റെയും ഒക്കെ ജീവന് തന്നെ ഭീഷണിയാണ്. അവർക്കൊക്കെ ഇപ്പൊ ഒരു പേടിസപ്പനം പോലെ. കാരണം എന്താ വെച്ചാൽ ഈ രണ്ടു കൂട്ടരെയും നൊയമ്പ് വീടിയ കാരണേ ഇതിങ്ങനെ ധാരാളമായിട്ട് അടിച്ചു കയറ്റുക. പക്ഷെ ഈ സമയത്ത് മാംസാഹാരം തീർച്ചയായിട്ടും ഒഴിവാക്കുക നല്ലത്. കാരണം ഇതില് അടങ്ങിയിട്ടുള്ള കൊഴുപ്പൊക്കെ ദഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടും. അതൊരു സംഗതി. പൂർണ്ണമായിട്ട് ഇത് ദഹിക്കൂല. ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. ഈ അന്തരീക്ഷോഷ്മാവ് കൂടിയിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ദഹനശക്തി കുറയും, അഗ്നിബലം കുറയും, ഡൈജസ്റ്റീവ് പവർ കുറയുന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് വിശപ്പ് കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇത്തരം ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ, പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ കൊഴുപ്പടങ്ങിയതാണ്, ചൂട് കൂട്ടുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒഴിവാക്കായിരിക്കും നല്ലത്. നോൺ വെജ് കഴിച്ചേ പറ്റുമെന്ന് നിർബന്ധമുള്ളവർക്ക് അധികം ഉപ്പും എരിവും പുളിയും എണ്ണയൊന്നും ഇല്ലാതെ ചെറിയ പൊടി മത്സ്യങ്ങളൊക്കെ കറി വെച്ച് കഴിക്കാം. നിത്യേന കഴിക്കാതിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. കോഴിയും കോഴിമുട്ടയും. അപ്പൊ കോഴി പാടില്ലെന്ന് പറഞ്ഞാൽ ഒട്ടനെ ചോദിക്കും ചക്ക കഴിക്കരുന്ന് പറഞ്ഞാൽ ചക്കക്കുരു കഴിച്ചോട്ടെ എന്ന് ചോദിക്കണ മാതിരി കോഴി കഴിക്കരുന്ന് പറഞ്ഞാൽ അപ്പ ചോദിക്കും കോഴിമുട്ട കഴിച്ചോട്ടെ എന്ന്. കോഴിമുട്ട കഴിക്കരുന്ന് പറഞ്ഞാൽ അപ്പ ചോദിക്കും താറാമുട്ട കഴിച്ചോട്ടെ എന്ന്. ഈ എല്ലാ മുട്ടകളിലും ഫാറ്റിന്റെ അംശം, കൊഴുപ്പിന്റെ അംശം വളരെ റിച്ച് ആയിട്ടുണ്ട്, ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പ് ചെന്ന് കഴിഞ്ഞാൽ ചൂട് കൂട്ടും, വിശപ്പ് കുറയും. അപ്പൊ അത് രണ്ടും മറ്റു പല രോഗാവസ്ഥകൾക്കും കാരണമാവും. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ ഇത് കഴിക്കരുന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള എല്ലാ പോഷകാംശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കാലാവസ്ഥയിൽ വേണ്ടെന്ന് പറഞ്ഞോളൂ, ഈ ചൂടുകാലത്ത് കഴിക്കേണ്ടെന്ന്. ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ കഞ്ഞി മുതിരി, ഉച്ചയായപ്പോ മുതിരയും കഞ്ഞി, രാത്രിയിൽ പിന്നെ പതിവ് പോലെ മുതിരയും കഞ്ഞിയും തന്നെ. ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ എന്താ സുഖം എന്നറിയോ? നല്ല സുഖമായിട്ടുള്ള ദഹനം, വിശപ്പ്, ശോധന, ഉറക്കം എല്ലാം കണ്ടീഷനായി. അപ്പൊ ഈ മുതിരയും കഞ്ഞിയും ചെറുപയറും കഞ്ഞിയും ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള എളുപ്പം തേക്കുന്ന നന്നായിട്ട് പാചകം ചെയ്ത പൊടിയരിക്കഞ്ഞി, വേണമെങ്കിൽ ഒരു ചുട്ട പപ്പടം, ഇനി അതല്ലെങ്കിൽ മുതിരയോ ചെറുപയറോ കാബേജോ കോളിഫ്ലവറോ പച്ചപ്പയറോ കൊത്തമരയോ ബീൻസോ അമരിക്കോ കുമ്പളങ്ങയോ വെള്ളരിക്കോ ഇതൊന്ന് താളിച്ചെടുത്തിട്ട് അധികം എണ്ണയൊന്നും ഇല്ലാതെ താളിച്ചെടുത്തിട്ടുള്ള ഒരു തോരനും ഒരു ചുട്ട പപ്പടവും കഞ്ഞിയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ സുഖ ഈ സമയത്ത്. അതുപോലെ മോര് കാച്ചി കഴിക്കാം. കട്ടത്തൈര് കഴിക്കരുന്നുള്ളൂ. ആ തൈരൊന്ന് മിക്സിയിൽ 2 തവണ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലേ ആ മീത തെളിഞ്ഞു വരുന്ന ക്രീം അങ്ങോട്ട് മാറ്റുക. അപ്പൊ ആ വെണ്ണ അങ്ങോട്ട് പോയി കിട്ടി. ആ വെണ്ണ നമുക്ക് ഈ സമയത്ത് വേണ്ട. എന്നിട്ട് എനിക്ക് ധാരാളം വെള്ളം ചേർത്തിട്ട് കറിവേപ്പിലും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ ചേർത്ത് കാച്ചിയ മോര് ഈ സമയത്ത് ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. ദഹനശക്തി കൂടുന്നതിന് നല്ലതാണ്, ശരീരത്തിലെ ക്ഷീണം കുറയുന്നതിന് നല്ലതാണ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അല്പം കൊഴുപ്പൊക്കെ ലഭിക്കും. അത് മതി ഈ സമയത്ത്. അതുകൊണ്ടാണ് മോര് കാച്ചി കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ സംഭാരം ഉണ്ടാക്കി കഴിക്കാം. അല്പം മോരിലേക്ക് ധാരാളം വെള്ളം ചേർക്കുക, വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചതച്ചിടുക, അല്പം കായം കൂടി ചേർത്തോ. അപ്പൊ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. 2 ലിറ്റർ സംഭാരം കഴിച്ചോ, വളരെ നല്ലതാണ് ഈ സമയത്ത്. സംഭാരം കഴിക്കാം, കാച്ചിയ മോര് കഴിക്കാം, ഇതൊക്കെ വളരെ വിശേഷമാണ്. അപ്പൊ നമുക്ക് ഈ മാമ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം, മാങ്ങയുടെ ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞുതരാം. അതപ്പോ ശ്രദ്ധിച്ചാൽ കേട്ടോ. ഈ കൊടും ചൂടിൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ടുള്ള ഒരു ജലത്തിന്റെ സ്രോതസ്സാണ്, വെള്ളത്തിന്റെ സ്രോതസ്സാണെന്ന് പറയാം മാമ്പഴം. ഓക്കെ, ധാരാളം വെള്ളം അതിലടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അതുപോലെ ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ഇതിൽ ധാരാളം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് രണ്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ഈ സമയത്ത് ചൂടുകുരും, ചൂട് കൂടിയിട്ടുള്ള ഒരുപാട് ഹീറ്റ് റാഷസ്, അതുപോലെ ചൂട് കൂടുതലായിട്ട് ചൊറിച്ചിലും കുരുക്കളും ഒക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മാമ്പഴം ധാരാളമായിട്ട് കഴിക്കുന്നത് ചർമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണമുള്ളത് ഈ ദഹനത്തെ സഹായിക്കുന്ന ഒരുപാട് എൻസൈംസ് ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ടും ആധുനിക പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദഹനത്തെ സഹായിക്കുന്നു. വിശപ്പില്ലാതാവാൻ സാധ്യതയുണ്ടല്ലോ, വിശപ്പ് കുറവായിരിക്കും ഈ സമയത്ത്. അപ്പൊ ആ സമയത്ത് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാവുന്നതിനും കഴിക്കുന്നതൊക്കെ ദഹിക്കുന്നതിനും സുഖശോധന ഉണ്ടാവുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു പഴമായതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക്, പൈൽസ് ഉള്ളവർക്ക് ഒക്കെ മാമ്പഴം കഴിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ സീസണിൽ. അതുപോലെ തന്നെ മാമ്പഴത്തിൽ പലതരം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിന് സഹായിക്കുന്നു. അതുവഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്.